പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ് പൊതുപരീക്ഷ തഫ്സീറുൽ ഖുർആൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതു രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള നല്ലൊരു വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഒരിക്കലും നഷ്ടമാവുകയില്ല. ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ, മറ്റു വിഷയങ്ങളുടെ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ സമ്മാനമായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവർ അത് ചെയ്ത് സഹായിക്കണമെന്നറിയിക്കുന്നു. നേരെ നമുക്ക് ആദ്യം കഴിഞ്ഞ വർഷത്തിൽ നടന്ന ചോദ്യ പേപ്പറുകളൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം നൂസിലു ബിമാ യുനാസിബു, യോജിച്ചവ ചേർത്തി കൊടുക്കാനാണ്. ഒന്നാമത്തത് കുല്ലുമാ സിവല്ലാ, അള്ളാഹു അല്ലാത്ത എല്ലാറ്റിനെ കുറിച്ചും പറയുന്നത് എന്താണ്? ആലം. ആലം എന്ന് പറഞ്ഞാൽ മാ സിവല്ല എന്നതാണ്. അല്ലാത്ത എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒന്നാണ് ആലം എന്നുള്ളത്. 2 അൽ മഅ്ലൂബി അലൈഹിം, മഅ്ലൂബു എന്നതിലുള്ളത് മഅ്ലൂബി അലൈഹിം ആരാണ്? അള്ളാഹുവിൻ്റെ കോപം പേറിയവർ അൽ യഹൂദു, യഹൂദികളാണ്. മൂന്നാമത്തത് അഹ്കമുൽ ഹാക്കിമീൻ എന്നതിൻ്റെ ബന്ധപ്പെട്ട് വരുന്നത് ഏതാണ്? അഖ്ലൽ ഖാലീൻ, വിധികർത്താക്കളിൽ നിന്ന് ഏറ്റവും ഉന്നതനായ വിധികർത്താവ്. നാലാമത്തത് അൽ മക്കാനുല്ലദി യജ്തമിഉ ഫീഹി നാസു, ജനങ്ങൾ ഒരുമിക്കുന്ന മക്കാന് ഏതാണിതിൽ? അന്നാദി, നാദിയാണ്. അഞ്ചാമത്തത് മാഇലീന ഇലൽ ഖൈർ, ഖൈറിലേക്ക് ചായുക, ചെരിയുക എന്നുള്ളത് ഹുനഫാ എന്നുള്ളതാണ്. രണ്ടാമത്തത് നുമയ്യിസു സഹീഹ ബിഹാദിഹി, ശരി കൊണ്ട് വേർതിരിക്കാനാണ്. ഒന്നാമത്തത് ഫിറഖുൽ യഹൂദ്, യഹൂദികളുടെ വിഭാഗം, അതിനോട് യോജിച്ചു വരുന്നത് 71, അതിൽ നമ്മൾ ശരി അടയാളപ്പെടുത്തണം. 2 അൻഹാറുൽ ജന്നത്തി, സ്വർഗത്തിലെ നദികൾ 4 എണ്ണമാണ്. മൂന്നാമത്തത് തഅദിലു റുബു അൽ ഖുർആൻ, ഖുർആനിൻ്റെ 4/1 കിടപിടിക്കും. 4/1 സ്ഥാനത്ത് വരുന്നത് അൽ കാഫിറൂൻ, കാഫിറൂൻ സൂറത്താണ്. 4 ആഖിറു സൂറത്തിൻ നസലത്ത്, അവസാനമിറങ്ങിയ സൂറത്ത് അൻ നസുർ, ഇദാ ജാഹ നസുറുല്ലാഹി വൽ ഫതഹ്, നസുർ. 5 മിൻ അസ്മാഇ സൂറത്തിൽ ഇഖ്ലാസ്, ഈ കൊടുത്തതിൽ ഖുൽ ഹുവല്ലാഹു സൂറത്തിൻ്റെ മറ്റൊരു പേര് അന്നജാത്ത്. മൂന്നാമത്തത് നുബയ്യിനു, വ്യക്തമാക്കാനാണ്. അതിലൊന്ന് മഅന മലിക്കിന്നാസ്, മലിക്കിന്നാസിൻ്റെ അർത്ഥം എന്താണ്? അൽ മുത്തസരിഫു ഫീഹിം, അവരിൽ കൈവിക്രയം, കൈകാര്യം നടത്തുക. ബി അൻവായി തസറുഫാത്തി, അതിൻ്റെ എല്ലാ ഇനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ കൈകാര്യങ്ങൾ നടത്തുക, കൈകാര്യം ചെയ്യുക. 2 ഫായിദത്തു ഖിറാഅത്തിൽ ഇഖ്ലാസ് 10 മറാത്ത്, 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതിൻ്റെ നേട്ടം. ബുനിയ ലഹു ബൈത്തും ഫിൽ ജന്ന, സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കപ്പെടുന്നു. മൂന്നാമത്തത് ഔസാഫുൽ ഹൗദുൽ കൗസർ, ഹൗദുൽ കൗസറിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചതാണ്. തുറാബുഹു മിസ്കുൻ, അതിലെ മണ്ണ് മിസ്ക് സുഗന്ധം പോലെയാണ്. ഹുസബാഉഹു അൽ ലുഉലുഉ, അതിലെ കല്ലുകൾ പവിഴങ്ങൾ, മുത്തുകൾ പോലെയാണ്. മാഉഹു അബിയലും മിനൽ ലബൻ, അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്. വാഹില മിനൽ അസിൽ, തേനിനേക്കാൾ മധുരമുള്ളതാണ്. ആനിയത്തുഹു, അതിലുള്ള പാത്രങ്ങൾ അദദുൻ നുജൂമി, നക്ഷത്രത്തിനിക്ക് തുല്യമാണ്. നക്ഷത്രത്തിൻ്റെ എണ്ണം കണ്ട് പാത്രങ്ങളുണ്ട്. നാലാമത്തത് അന്നാസു അർബഅത്തു അഖ്സാമിൻ മൻഹും, ജനങ്ങൾ 4 വിഭാഗമാണ്. ആരൊക്കെയാണ് അവർ? ഒന്നാമത്തവൻ മൻ ലഹു ഖൈറു ഫിദ്ദാറൈൻ, ഇരുലോകത്തും ഖൈർ, നന്മയുള്ള വ്യക്തി, ദുനിയാവിലും ആഖിറത്തിലും. 2 മൻ ലഹു സൂറത്തു ഷർരി ഫിദ്ദുനിയ വ ഖൈറും ഫിൽ ആഖിറ, ദുനിയാവിൽ ഷർറിൻ്റെ അവസ്ഥകളായിരിക്കും, പക്ഷേ ആഖിറത്തിൽ നന്മയായിരിക്കും. മൂന്നാമത്തത് മല്ലഹു ഷെറുൻ ഫീഹിമ, 2 ലോകത്തും, ദുനിയാവിലും അവൻ്റെ അവസ്ഥ മോശമാണ്, ആഖിറത്തിലും ഷെറാണ്. നാലാമത്തത് മല്ലഹു സൂറത്തു ഖൈർ, ഖൈറിൻ്റെ രൂപം ഫിദ്ദുന്യ, ദുനിയാവിൽ, വ ഷെറും ഫിൽ ആഖിറ, ആഖിറത്തിൽ അത് ബുദ്ധിമുട്ടായി ഷെറായിരിക്കും. ഇങ്ങനെ 4 വിഭാഗങ്ങളാണ് മനുഷ്യരിൽ വരുന്നവർ.
3 തരം ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ വായിച്ചു കഴിഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ബുക്കുമായി നല്ല ബന്ധം ഉള്ളവർക്കാണ് കൂടുതൽ മാർക്ക് വാങ്ങാൻ കഴിയുകയുള്ളൂ. പാഠഭാഗങ്ങളിലുള്ള അറബിയും മറ്റു പോയിന്റുകളൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കണം, എങ്കിലേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 4-മത്തത് നുജീബ്, ഉത്തരം എഴുതാനാണ്. അതിലൊന്ന് അൽ ഇബാദത്തു നൗആനി മാഹുമ. ഇബാദത്ത് 2 ഇനം ഉണ്ട് എന്ന് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിരുന്നു. ഏതൊക്കെയാണത്? ഖൽബിയത്തുൻ, ഖാലിബിയത്തുൻ. 2 കൈഫ ഹദല്ലാഹു നബിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു എങ്ങനെയാണ് ഹിദായത്തിലാക്കിയത്, ഹിദായത്ത് നൽകിയത് എങ്ങനെ? ബി ഇൻസാൽ ശരീഅത്തി അലൈഹി. നബിയുടെ മേൽ ശരീഅത്തിനെ ഇറക്കിക്കൊടുക്കൽ കൊണ്ടാണ്, നിയമങ്ങളെ ഇറക്കിക്കൊടുക്കൽ കൊണ്ടാണ് നബിയെ അള്ളാഹു ഹിദായത്തിലാക്കിയത്. അടുത്തത് അസ്ഹാബുൽ ഫീൽ മൻഹും. ആനയും അവരുടെ കൂട്ടുകാരും അവരുടെ സുഹൃത്തുക്കളും. മൻഹും ആരാണവർ? അബ്രഹത്തും വജയ്ഷുഹു. അബ്രഹത്തും അവൻ്റെ സൈന്യവുമാണ് അസ്ഹാബുൽ ഫീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4-മത്തത് ഫീമൻ നസലത്ത് സൂറത്തുൽ ഹുമസ. വൈലുല്ലിക്കുല്ലി ഹുമസ സൂറത്ത് ആരിലാണ് ഇറങ്ങിയത്? ഫീമൻ ഖാന യഅ്താബുൻ നബിയ വൽ മുഅ്മിനീന. മുഅ്മിനീങ്ങളെയും നബിയെയും ഈബത്ത് പറയുന്ന ആളുകളിലാണ് ഹുമസ സൂറത്ത് ഇറങ്ങിയത്. 5-മത്തത് ഐന നസലിൽ ഖുർആനു അവലൻ. ഖുർആൻ ആദ്യം ഇറങ്ങിയത് എവിടെയാണ്? ബി ഓർ ഹിറ എന്ന ഗുഹയിലാണ്. 5-മത്തത് നുസരിഫു ബിൽ അറബിയത്തി. അറബിയിൽ അതിൻ്റെ തഫ്സീർ എഴുതണം. അത് മലയാളത്തിൽ പഠിച്ചത് കൊണ്ടോ അറിയുന്നത് കൊണ്ടോ കാര്യമില്ല, അറബിയിൽ തന്നെ എഴുതണം. 1-മത്തത് ഫ അസർന ബിഹി നക്അ എന്നുള്ളതാണ്. ഹയ്യജ്ന ഫി മക്കാനിൽ അദുവി. ശത്രുവിൻ്റെ ഇടത്തിൽ. റുബാറം മിൻ ഷിദ്ദത്തിൽ കിതാൽ. യുദ്ധത്തിൻ്റെ ശക്തി കാരണം പൊടിപടലങ്ങൾ പാറുന്ന രൂപത്തിൽ ആ കുതിരയുടെ ശക്തി പ്രകടമാക്കുന്ന അവസ്ഥ വിശദീകരിക്കുന്ന ഒരു ആയത്താണല്ലോ. വലാദിയാത്തി ലബ്ഹ എന്ന സൂറത്തിൽ വരുന്ന ആയത്തുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. പിന്നെ ഹുസ്സില മാഫി സുദൂർ. ഹൃദയത്തിലുള്ളതിനെ വെളിവാക്കും. യുബയ്യനു മാഫിൽ കുലൂബി മിനൽ കുഫ്രി വൽ ഈമാനി. ഹൃദയത്തിലുള്ളത് വിശ്വാസമാണോ അവിശ്വാസമാണോ എന്ന് വെളിവാക്കപ്പെടും. ഇന്ന ഷാനിയക്ക ഹുവൽ അബുത്തർ. ഇന്ന മുബൈലക്ക ഹുവൽ മുങ്കത്തിഹു അൻ കുല്ലി ഖൈറിൻ. നിങ്ങളോട് കോപം വെക്കുന്നവർ, നിങ്ങളെ ചീത്ത പറയുന്നവരാണ് എല്ലാ നന്മയെ തൊട്ടും മുറിഞ്ഞവർ. വജദക്ക ലോലൻ ഖാലിയ മിൻ ശരീഅത്തിൻ ലാ മുൻഹരിഫൻ അനിൽ ഹക്കി. അഥവാ നിങ്ങളെ വഴി തെറ്റിപ്പോയ അവസ്ഥയിൽ നിങ്ങൾക്ക് നിർമാർഗം കാണിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് ഖാലിയ മിൻ ശരീഅത്തി, ശരീഅത്തിൽ നിന്നുള്ള ഒഴിവാവലാണ്. ലാ മുൻഹരിഫൻ അനിൽ ഹക്കി, സത്യത്തെ തൊട്ട് വ്യതിചലിച്ചു എന്ന അവസ്ഥയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ നഖുസുക ബിൽ ഇബാദത്തി വൽ ഇസ്തിആനത്തി. ഇബാദത്തിൻ്റെ വിഷയത്തിലും സഹായം തേടുന്ന വിഷയത്തിലും നിന്നെ ഞങ്ങൾ പ്രത്യേകമാക്കുന്നു. 6-മത്തത് നുതർജുമു ബി അറബി മലയാളം. അറബി മലയാളത്തിൽ പരിഭാഷപ്പെടുത്താനാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖല. തങ്ങളോട് അങ്ങയുടെ റബ്ബ് കോപിക്കുകയോ തങ്ങളെ ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല. 2 സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതം വിടരുന്നത് വരെ അത് രക്ഷ മാത്രമാണ്. 3 ഒമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ. അള്ളാഹുവിന് വഴിപ്പെടണമെന്നല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. 4 കയ്യിദുൽ ഇൽമ ബിൽ കിതാബത്ത്. എഴുത്തുകൊണ്ട് ഇൽമിനെ നിങ്ങൾ ബന്ധം ചെയ്യുക. 7-മത്തത് നക്തുബുൽ മാന ബിൽ അറബിയത്തി. അറബിയിൽ അർത്ഥം എഴുതാനാണ്. അലക്ക് എന്ന് പറഞ്ഞാൽ ദമുൻ ഒലീദുൻ. ലയത്തുആ ലയതമറദു. ബരിയത്ത് ഖലീക്കത്തുൻ. ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ഇതോടെ ഒരു പേപ്പർ മുഴുവനായി നമ്മൾ വായിച്ചു, മനസ്സിലാക്കി, അർത്ഥം പറഞ്ഞു, ഉത്തരം മനസ്സിലാക്കി വെച്ചു. ഈ ചോദ്യങ്ങളൊക്കെ ആവർത്തിക്കപ്പെട്ടേക്കാം, അതുകൊണ്ട് ഇതിലൂടെ തന്നെ ഇത് പഠിച്ചു വെക്കുക. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പല വിഷയങ്ങളും തഫ്സീറിലുണ്ട്. അറബി പ്രധാനമാണ്. ഓരോ ആയത്തിൻ്റെയും വിശദീകരണങ്ങൾ അറബിയിൽ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. അതേ പ്രകാരം തന്നെ അവസാനം കൊടുത്ത വാക്കുകൾ അറബിയിൽ തന്നെ അതിൻ്റെ വിശദീകരണം എഴുതാനുണ്ട്. അതുപോലെ തന്നെ ആയത്തുകളുടെ 4-5 ആയത്തുകൾ ചോദിച്ച് അതിൻ്റെ അറബി മലയാളം എഴുതാൻ എന്തായാലും ചോദിക്കാം. ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കൊരു പേപ്പർ കൂടെ വായിച്ചു നോക്കാം. അതുകൂടെ വായിക്കുന്നതിലൂടെ ഏറെക്കുറെ നമുക്ക് കൃത്യത ലഭിക്കും. 1-മത്തത് 2 എന്ന് മാറിക്കൊടുത്തതാട്ടോ. നുമയ്യിദു സവാബ ബി ഹാദിഹി. ശരി ഉത്തരം കണ്ടെത്താനാണ്, ശരി അടയാളപ്പെടുത്തുക.
ഒന്ന് അൽ മുഹ്സിനു ഇലൽ മുഅ്മിനീന ഫഖത്ത് ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ മാത്രം വിശ്വസിച്ച ആളുകൾക്ക് ഗുണം ചെയ്യുന്ന അള്ളാഹു എന്ന അർത്ഥം വരുന്നത് റഹീം എന്നുള്ള പദമാണ്. രണ്ടാമത്തത് സമറത്തു ഷജറത്തിൻ മഷ്ഹൂറത്തിൻ, ഒരു പ്രസിദ്ധമായ മരത്തിൻ്റെ ഫലം ഏതാണ്? അത്തീൻ, അത്തിപ്പഴമാണ്. മൂന്നാമത്തത് അവ്വലുമൻ ഖത്തബിൽ ഖലമി, ആദ്യം പേന കൊണ്ട് എഴുതിയത് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. നാലാമത്തത് അൽ ഹുജ്ജത്തുൽ വാളിഹത്തു വഹിയ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ വ്യക്തമായ തെളിവാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അഞ്ചാമത്തത് അൽ ഖുയൂലുല്ലത്തി തഈറു അലൽ അദുവി വക്ത സുബഹി, സുബഹി സമയം ശത്രുവിൻ്റെ മേൽ കുതിച്ചു ചാടുന്ന കുതിര, അൽ മുഈറാത്തു എന്നതാണ് ശരി. 6 അൽ ഹഷ്റത്തുല്ലത്തി തതസാഖത്തു അലന്നാരി ഫിൽ ലയാലി, രാത്രികളിൽ തീയിൻ്റെ മേലിൽ വന്ന് വീഴുന്ന പ്രാണികളുടെ കൂട്ടമുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടത് ഏതാണ്? അൽ ഫറാഷാണ്, പ്രാണികൾ. 7 അത്തഫാഖുറു ബിൽ അംവാലി വൽ ഔലാദി, മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും പ്രൗഢി കാണിക്കുക, മഹിമ പറയുക, അതേതാണ്? അത്തക്കാസുറു, പെരുപ്പിച്ച് കാണിക്കുക, പെരുപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക, അതാണ് അതുമായി ബന്ധപ്പെട്ടത്. ഇനി രണ്ടാമത്തത് നൂസിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. മിൻ അസ്മായി സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പേരുകളിൽ പെട്ടത് ബ്രാക്കറ്റിലുള്ളത് ഏതാണ്? അത്തൻസീൽ എന്നുള്ളതാണ്. ഉഖ്തു അബി സുഫിയാനബിന് ഹർബ്, അബൂ സുഫിയാനബിന് ഹർബിൻ്റെ സഹോദരി ഉമ്മു ജമീൽ. ഇന്നഹ ബറാഅത്തു മിന ഷിർക്ക്, ഷിർക്കിൽ നിന്ന് ഒഴിവാണത്, അതേതാണ്? സൂറത്തുൽ കാഫിറൂൻ. 4 മിൻ മാരിയത്തിൽ കിബ്തിയ, മാരിയത്തിൽ കിബ്തിയെ കൊണ്ടായത് ഇബ്രാഹിമാണ്, കുട്ടി. 5 ഇസ്മുൻ ജാമിഉൻ ലി മനാഫിൽ ബൈത്ത്, ബൈത്തിൻ്റെ ഉപകാരങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതിൻ്റെ പേരാണ് മാഊൻ എന്നുള്ളത്. വകാന ഖുറൈശുൻ യർതഹിലൂന ഫി സൈഫി, സൈഫിൽ അഥവാ തണുത്ത കാലത്തിൽ ഖുറൈശികൾ യാത്ര ചെയ്യുന്നവരായിരുന്നു. എങ്ങോട്ട്? ഇല ഷാമി, ഷാമിലേക്ക് സൈഫ് കാലത്തിൽ അവർ യാത്ര പോകുന്നവരായിരുന്നു. 7 അദദു ജയ്ഷി അബ്രഹത്ത്, അബ്രഹത്തിൻ്റെ സൈന്യത്തിൻ്റെ എണ്ണം സിത്തൂന അൽഫൻ, 60,000 ആളുകളുണ്ടായിരുന്നു. മൂന്നാമത്തത് നുജീബ്, ഉത്തരം കണ്ടെത്താനാണ്. 1 ലിമാ സുമിയ ഷെയ്ത്താനു വസ്വാസൻ, ഷെയ്ത്താൻ എന്തുകൊണ്ടാണ് വസ്വാസ് എന്ന പേര് വന്നത്? ഉത്തരം ലി കെസ്റത്തി മുലാസമത്തിഹി ലിൽ വസ്വസത്തി, ആളുകൾക്ക് വസ്വാസ് ഉണ്ടാക്കുന്ന പ്രവൃത്തിയുമായി കൂടുതൽ ബന്ധപ്പെടുന്നത് കൊണ്ടാണ്. അൽ ഫലക്കു മാഹുവ, ഫലക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അസുബഹു, സുബഹാണ്. മൂന്നാമത്തത് ആഖിറു സൂറത്തിൻ നസലത്ത് മാഹിയ, പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ അവസാനത്തെ സൂറത്ത് ഏതാണ്? സൂറത്തുൻ നസ്ർ. 4 അൽ മുറാദു ബിൽ അസ്ർ മാഹുവ, അസ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അസ്ർ നമസ്കാരമല്ല, ദഹ്റു, കാലമാണ്. 5 അത്കാലുൽ അർലി മാഹിയ, ഭൂമി പുറത്തേക്ക് തള്ളുന്ന കനമുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞല്ലോ, അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുനൂസുഹ, അതിൻ്റെ നിധികളും, വ മൗതാഹ, അതിലടക്കപ്പെട്ട ആളുകളുമാണ്. അഖ്റജത്തിൽ അർളു അസ്കാലഹ, ഭൂമി അതിൻ്റെ കനമുള്ള വസ്തുക്കളെ തുപ്പുക, പുറത്തേക്ക് വിടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം വരുന്നത് 4 നക്തുബുൽ ആയാത്തിൽ മുനാസിബാത്തിൽ ആദിഹി തഫാസീർ, താഴെ കൊടുത്തിരിക്കുന്ന തഫ്സീറിനോട് യോജിച്ച് വരുന്ന ആയത്ത് എഴുതി കൊടുക്കാനാണ്. സാധാരണ ആയത്ത് ചോദിച്ചിട്ട് തഫ്സീറാണ് ഉണ്ടാവില്ല, നേരെ തിരിച്ചാണ്. തഫ്സീർ കൊടുത്തിട്ട് ആയത്ത് എഴുതാനും. പല രൂപത്തിലും ചോദ്യങ്ങൾ വരും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. 1 അവ്വലിൻ നഹാരി, അതും ആദ്യ പകൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആയത്ത് ഏതാണ്? വല്ലുഹ എന്നതാണ്. അപ്പോൾ വല്ലുഹൻ്റെ തഫ്സീറാണ് അവ്വലു നഹാർ എന്നുള്ളത്. 2 ലം യക്കുൻ അഹദുൻ മുകാഫിയൻ ലഹു, അവർക്ക് യോജിച്ചതായിട്ട് ആരുമില്ല, അതിൻ്റെ ആയത്ത് വലം യക്കുൻ ലഹു കുഫുവൻ അഹദ് എന്നതാണ്. മൂന്നാമത്തത് അൽ മക്സൂദു ഫിൽ ഹവായിജി അല ദവാമി എന്നുള്ള, മക്സൂദു ഫിൽ ഹവായിജി അല ദവാമി, എപ്പോഴും ആവശ്യാനുസരണം ഉദ്ദേശിക്കപ്പെടുക, അള്ളാഹു സമദ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട ആയത്ത്.
4 തൊവീലത്തിൻ ലാ യസ്തതിഉ ഫിറാറ മിൻഹ, അതിൽ നിന്ന് ഒഴിവാവാൻ കഴിയാത്ത തൊവീലായത്. അതിൻ്റെ ആയത്ത് ഫി അമദിം മുമദ്ദദ എന്നുള്ളതാണ് അതിൻ്റെ ആയത്ത്. 5 ഫി ഹയാത്തിൻ തൊയ്യിബത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ തൊയ്യിബായ ജീവിതം, നല്ല ജീവിതം. വഹുവ ഫി ഐഷത്തി റാളിയ എന്നതിൻ്റെ തഫ്സീറാണത്. 5-മത്തത് നുതർജിമു, പരിഭാഷപ്പെടുത്താനാണ്. അറബി മലയാളത്തിൽ എഴുതാവൂ, മലയാളത്തിൽ ഒരിക്കലും എഴുതരുത്. ഇന്നാ അൻസൽനാഹു ഫി ലൈലത്തിൽ ഖദർ, നിശ്ചയം മഹത്വമുള്ള രാവിൽ നാം ഖുർആൻ ഇറക്കി. 2 ഇന്ന മഅൽ ഉസ്രി യുസ്റ, നിശ്ചയം പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. 3 അല്ലദീ അല്ലമ ബിൽ കലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ. 4 ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. ഇനി നുഫസ്സിറു, തഫ്സീർ എഴുതാനാണ്. ഇന്നഹു കാന തവ്വാബൻ, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനായി എന്നുള്ളതിൻ്റെ വിശദീകരണം. കാന കസീറൽ കബൂലി തൗബത്തി ഇബാദിഹി, തൻ്റെ അടിമകളുടെ തൗബകളെ സ്വീകരിക്കുന്നതിൽ കസീറായി, കൂടുതൽ തൗബ സ്വീകരിക്കുന്ന അവസ്ഥ. 2 അഊദു, ഞാൻ കാവലിനെ ചോദിക്കുന്നു, ബി റബ്ബിൻ നാസ്, ജനങ്ങളുടെ റബ്ബിനോട്, യജമാനനോട്. അതഹസ്സനു ബി ഖാലിക്കിഹിം വ മാലിക്കിഹിം എന്നതാണ്, സംരക്ഷണത്തിന് ഞാൻ ചോദിക്കുന്നു. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. 3-മത്തത് വസ്തഗ്ഫിരിഹു എന്നതിൻ്റെ അർത്ഥം സലില്ലാഹൽ ഉഫ്രാന, അള്ളാഹുവിനോട് ഉഫ്രാനിനെ, പാപമോചനത്തിനെ ചോദിക്കുക എന്നുള്ളതാണ്. ഇനി 7-മത്തത് നെക്തുബുൽ മാന ബിൽ അറബിയ, അറബിയിൽ അർത്ഥം എഴുതാനാണ്. അഫ്ഇദത്ത് എന്ന് പറഞ്ഞാൽ ഖുലൂബ്, ഓസിക്ക് എന്ന് പറഞ്ഞാൽ ലൈല്, മിസ്കാൽ എന്ന് പറഞ്ഞാൽ സിന, ആയിൽ എന്ന് പറഞ്ഞാൽ ഫക്കീർ, നഖ്ഉൻ വിബാർ, ജീദുൻ എന്ന് പറഞ്ഞാൽ ഉനുക്ക്, പിരടി. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നടന്ന പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പർ ഉത്തരസഹിതം നമ്മൾ പരിചയപ്പെടുത്തി. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ തന്നെ സ്വന്തം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഓരോ ആയത്തിൻ്റെയും വിശദീകരണങ്ങൾ, അതുപോലെ തന്നെ വിശദീകരണങ്ങൾ ചോദിച്ചിട്ട് ആയത്തുകൾ ചോദിച്ചിട്ടുണ്ട്. ഓരോ സൂറത്തുകളിലെയും വൺ വേർഡ് ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അതിന് വരുന്ന അറബിയിലുള്ള ആശയങ്ങൾ, വിശദീകരണങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ഇതിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ഈ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തി എല്ലാ പാഠഭാഗങ്ങളും നന്നായി പഠിക്കുക, എങ്കിലേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് അവസാനത്തെ 4 പാഠങ്ങളാണ്. ആ 4 സൂറത്തുകളും നന്നായി നമ്മൾ പഠിച്ചു വെക്കുക. നല്ലൊരു മാർക്ക് അതിലൂടെ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഇൻഷാ അല്ലാഹ്. മറ്റു നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും വിട്ടുപോകരുത്. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു.